അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്ന് ഫുഡ് കഴിക്കാനും ചില്ല് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആലപ്പുഴയിലുള്ള ആറ്റുമുഖം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു കള്ള് ഷാപ്പാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറി. അത്യാവശ്യം ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിന്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു സൈഡ് തൊട്ട് ഒരു ഇങ്ങേ അറ്റം വരെ ഉണ്ട് പാർക്കിങ്ങിനായിട്ട്. അങ്ങനെ നമ്മൾ 2 വണ്ടിയിലെ ആൾക്കാരാണ്. ഏകദേശം ഒരു 11 പേരോളം ഉണ്ടാകും. ഓഫീസ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ വ്യൂവും കാര്യങ്ങളും ഒക്കെ കുറച്ച് കണ്ട് ചെറിയ ചെറിയ ഹട്ട് പോലെ ഉണ്ട്. അത് നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ 2 സൈഡും ഫുൾ ഗ്രീനറിയാണ്. കായൽ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അങ്ങനെ വയലും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി. ആദ്യം തന്നെ നമ്മൾ ഫുഡെല്ലാം കണ്ട് ഓർഡർ ചെയ്യുകയാണ്. അവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണോ അവിടെ എല്ലാം അവൈലബിൾ ആണ്. ബീഫ്, ചിക്കൻ, താറാവ് റോസ്റ്റ്, തലക്കറി, പിന്നെ വലിയ വലിയ എന്തൊക്കെയോ പേരറിയാത്ത കുറേ മീനിൻ്റെ മപ്പാസ് കറി, അങ്ങനെ കുറേ ഫുൾ കറി എല്ലാം നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഏത് വേണം എന്ന് ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി. ആൾ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഫുൾ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ. ഫ്രൈ ഉണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, കൊഞ്ച്, കണവ, കക്ക, കല്ലുമ്മക്കായ, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ട് നേരെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇരുന്നാൽ മതി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നേരെ നമ്മൾ കഴിക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പം ഈ ഒരു ചെറിയൊരു പാലം പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അത് ഇറങ്ങി സൈഡിലേക്ക് പോയാൽ അവിടെ ഒരു ബോട്ട് ഉണ്ടാവും. അങ്ങനെ ബോട്ടിലാണ് ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. അത്യാവശ്യം 3 ഓഫീസിലെ ആൾക്കാർക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൈയൊക്കെ കഴുകി ചില്ല് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കളിയാക്കി അങ്ങനെ ടൈമൊക്കെ ഇങ്ങനെ കളയാണ്. ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും ഒക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് ബോറടിപ്പിച്ചൊന്നുമില്ല. സാധനം പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ സാധനം വന്നുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. നമ്മുടെ കള്ളപ്പം, താറാവ് റോസ്റ്റ്, പിന്നെ മീൻ വാഴയിൽ പൊള്ളിച്ചത്. ഇത് താറാവ് കറിയാണ് കേട്ടോ, താറാവ് റോസ്റ്റാണ്. പിന്നെ കുഴ എന്ന് പറഞ്ഞാൽ ഈ പുഴുക്കൊക്കെ ഇട്ട് മറ്റേ ചീനി വേവിച്ചതുപോലെ ആക്കുന്ന ഒരു സംഭവം. എന്തായാലും അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ചെമ്മീൻ, ഞണ്ട്, കക്ക ഇറച്ചി, കൂന്തൽ, പിന്നെ വാഴയിൽ പൊള്ളിച്ചത് 2 മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കഴിക്കേണ്ട ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യലും പരിപാടികളും ഒക്കെ ആയിരുന്നു. പിന്നെ കള്ളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ ഐറ്റംസ്.
അങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റാക്കിങ് തുടങ്ങി. ആദ്യം തന്നെ കള്ളപ്പത്തിലും താറാവ് റോസ്റ്റിലുമാണ് തുടങ്ങിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് താറാവ് കഴിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് താറാവ് റോസ്റ്റ് കഴിക്കുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. അതേപോലെ മീൻ വാഴയിൽ പൊള്ളിച്ചതാണിത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടമായി. അതിൻ്റെ ഒരു ഗ്രേവിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടമായ അവിടുത്തെ ചെമ്മീൻ്റെ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റ് അല്ല, ഡ്രൈ ഫ്രൈ ആണ്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കള്ള് കുടിക്കണമല്ലോ. കള്ള് ഷാപ്പിൽ പോയാൽ പിന്നെ കള്ള് കുടിക്കണ്ടേ. അങ്ങനെ കള്ള് കുടിക്കുമ്പോൾ ചെറിയൊരു പുളി ഇഷ്ടമായി. എന്നാലും ഇത് വരാല് മപ്പാസാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ്. സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ ഓർഡർ ചെയ്തത് കുഴയും കപ്പയും വരാലും പിന്നെ നമ്മുടെ ചെമ്മീൻ ഡ്രൈ ഫ്രൈയും കക്കിറച്ചിയും പിന്നെ പൊടിമീനുമാണ് നമ്മൾ സെക്കൻഡ് ട്രിപ്പിൽ ഓർഡർ ചെയ്തത്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അത്യാവശ്യം നല്ല എരിവുള്ള വറ്റക്കറി നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കള്ളൊക്കെ കുടിച്ച് സെറ്റാവുന്നത്. അങ്ങനെ ഇതൊക്കെ കുടിച്ച് സെറ്റായപ്പോഴേക്കും പിന്നെയും തേർഡ് ട്രിപ്പിലേക്ക് നമ്മൾ പോയി. തേർഡ് ട്രിപ്പിൽ നമ്മൾ ഓർഡർ ചെയ്തത് കുറച്ച് പാലപ്പവും ബീഫ് റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. തേർഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് റെസ്റ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഗ്രൂപ്പ് ഫാമിലി മെമ്പേഴ്സായിട്ടോ കൊളീഗ്സ് ആയിട്ടോ ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടുന്ന് കിട്ടുക. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബില്ല്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.